ഹലോ. അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് എന്തുവാണ് പരിപാടി? എൻ്റെ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ കുറേ കുണുക്ക് വിധികളും കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. റെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഒന്നുകിൽ കൃഷിപ്പണി, അല്ലെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളും. ഇപ്പം മഴ ആയതുകൊണ്ട് തുണി കഴുകലും തുണി ഉണക്കലും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് തുണി കഴുകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ സോപ്പ് പൊടി വാങ്ങിക്കാറില്ല, വീട്ടിൽ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ സോപ്പ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടതാണ്. അന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, അളവൊക്കെ ഇതെങ്ങനെ എടുക്കും, ഇത് എവിടെ നിന്ന് വാങ്ങുന്നു, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കുള്ളൊരു ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാനിത് ചാമക്കട റോഡിൽ, ചിന്നക്കടയിലെ ചാമക്കട റോഡിലെ ന്യൂ ഇന്ത്യൻ കെമിക്കൽസ് എന്ന് പറയുന്ന ആ കെമിക്കൽ കടയിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അവിടെ സോപ്പ് പൊടി മാത്രമല്ല, നമ്മുടെ ഡിഷ് വാഷ്, ലൈസോള്, പിന്നെ നമ്മുടെ ഹാർപ്പിക്ക്, കംഫർട്ട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ, പിന്നെ സോപ്പ് പൊടി, കുളിക്കുന്ന സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന, അത് മാത്രമല്ല ചന്ദനത്തിരി. നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്ന സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കട നല്ലൊരു സഹായമാണ്. നമുക്ക് നല്ല ലാഭവും കാര്യങ്ങളും കിട്ടും. വീട്ടിൽ തന്നെ ഇടുകയും ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് വിൽപ്പന നടത്തുകയും ചെയ്യാം. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പ് പൊടിയാണ്. അപ്പോൾ ഈ സോപ്പ് പൊടിയുടെ അളവും കാര്യങ്ങളൊക്കെ അന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ ഇത് അവർ കിറ്റായിട്ടാണ് തരുന്നത്. ഇപ്പോൾ 260 രൂപ കൊടുത്താണ് ഞാൻ ഈ കിറ്റ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കൊരു 5.5 കിലോ സോപ്പ് പൊടി കിട്ടും. നമുക്ക് ഒരുപാട് നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ ഞാൻ മുമ്പ് വാങ്ങിക്കാറ് സർഫ് എക്സലാണ്. സർഫ് എക്സൽ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ തുണി വെളുത്ത് കിട്ടും. ഇവിടുത്തെ പിള്ളേർ തുണിയാണെങ്കിലും നല്ല അഴുക്ക്, കുട്ടികളുടെ തുണിയാണല്ലോ, അവർ കിടന്ന് ഓടിക്കളിക്കുമ്പോൾ നന്നായിട്ട് അഴുക്ക് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആദ്യമേ ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കി. പക്ഷേ നല്ല രീതിയിൽ തന്നെ തുണിയിൽ അഴുക്കൊക്കെ പോയി നല്ല വെളുത്ത് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഒരു പാടുമില്ല. അവർ കടയിൽ നിന്ന് നമുക്കൊന്നൊരു നോട്ടീസ് തരും. ആ നോട്ടീസ് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. അവർ കറക്റ്റായിട്ട് അളന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളത് ഓരോന്ന് അവർ പറയുന്ന രീതിയിൽ തന്നെ എടുത്ത് മിക്സ് ചെയ്താൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കടയിലെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ സോഡ ആഷ്, നമ്മുടെ കാരം ഉണ്ടല്ലോ, കാരം 2 കിലോ, പിന്നെ വാക്വം സോൾട്ട് 2 കിലോ. ഇത് രണ്ടുമാണ് ഈ 2 കിലോ. ബാക്കി സ്ലറി എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറിൽ ഇരിക്കുന്ന കുപ്പിലിരിക്കുന്ന ഐറ്റമാണ് സ്ലറി എന്ന് പറഞ്ഞാൽ, അതൊരു 600 ഗ്രാം. പിന്നെ സോഡിയം സൾഫേറ്റ് 500 ഗ്രാം, ഡ്രൈ സോഡിയം ഫോസ്ഫേറ്റ് 200 ഗ്രാം, സ്റ്റോൺ പൗഡർ 200 ഗ്രാം, ടിനോപ്പാൽ 20, കളർ ഗാർഡ് 150 ഗ്രാം, പെർഫ്യൂം 20 ml. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഈ അളവൊക്കെ കറക്റ്റായിട്ട് എങ്ങനെ അറിയാം? നോട്ടീസ് നോക്കിയാണ് പറയുന്നത്. കാരണം അവർ നമുക്ക് നോട്ടീസ് തരും, ഇത്ര അളവെന്ന് പറയുകയും ചെയ്യും. അത് അളന്ന് അവർ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എടുക്കേണ്ടതെന്ന് വെച്ചാൽ, തറയിൽ നമ്മളൊരു പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലും വിരിച്ചിട്ട് അതിലേക്ക് ആദ്യമേ ഈ കാരം, ഈ 2 കിലോ കാരം അവർ ഓരോന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് കാരം, ഏത് വാക്വം സോൾട്ട്, ഏത് സ്ലറി എന്ന് ഓരോന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാരം ഇട്ടതിന് ശേഷം അതിലേക്ക് സ്ലറി കുറേശ്ശെ ഒഴിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈയിട്ട് ഒരിക്കലും ഇളക്കരുത്, പൊള്ളും. കാരണം നല്ല രീതിയിൽ രാസപ്രവർത്തനം നടത്തുക, ഈ കാരവും ആ സ്ലറിയും കൂടി നല്ല രീതിയിൽ രാസപ്രവർത്തനം നടത്തുന്നതാണ്. കാരണം നമ്മളത് ഇളക്കുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ മുഖത്തോട്ട് ഇതിൻ്റെ ഇങ്ങനെ ആവി ഇങ്ങനെ പരന്ന ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് എൻ്റെ കുരുട്ടിനെ ദൂരോട്ട് ഞാൻ ഇരുത്തിയിരിക്കുക. അപ്പോൾ ആദ്യമേ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കാരത്തിനകത്ത് കുറേശ്ശെ, ഇത് ഒരുമിച്ച് ഒഴിക്കൽ കുറേശ്ശെ ഇളക്കണം. അതുമല്ല, ഞാൻ എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ നല്ല കട്ടി തവിയാണ്. ഒന്നുകിൽ സ്റ്റീൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തടിയുടെ എന്തെങ്കിലും തവി എടുത്ത് വേണം ഇളക്കാനും കൊണ്ട്. ഞാനിവിടെ സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള തവിയാണ് എടുത്തിരിക്കുന്നത്. ഒരിക്കലും അലൂമിനിയമോ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഉപയോഗിക്കരുത്. അപ്പോൾ അതിൽ നിന്നൊരു ചരട് പോലൊരു സാധനം കിട്ടി. അപ്പോൾ അവർക്ക് സംശയം, അത് ചരട് തന്നെയാണോ അതോ വേറെ ഏതെങ്കിലും ജീവി തന്നെയാണോ എന്ന് അവൾ അതിനെ നോക്കിയിരിക്കുക. വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക, അത് അമ്മ അത് ചരട് തന്നെയാണോ അത് വേറെ വല്ലതാണോ? അവൾ വിചാരിക്കുന്നത് അത് അവൾ അതിനെ നോക്കിയിരിക്കുക, അത് ഇടയുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ. ഈ കാരവും ഈ സ്ലറിയും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കുറേശ്ശെ ഇളക്കി ആ കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ നല്ല രീതിയിൽ തവി കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുത്തി ഇളക്കി പൊടിക്കണം. കാരണം അതിൻ്റെ മുഖത്തോട്ട് അതിൻ്റെ ഒരു ആവി ഇങ്ങനെ പറക്കുന്നുണ്ട്, നമുക്കത് നന്നായിട്ടങ്ങ് ഫീൽ ചെയ്യും. പിന്നെ ബാക്കി പൊടികളൊന്നും പ്രശ്നമില്ല, ഓരോന്ന് പുറകിന് കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാൻ രാവിലെ എണീറ്റുള്ള കോലമാണ് കേട്ടോ ഇത്. പല്ല് പോലും തേച്ചിട്ടില്ല, വന്നിരിക്കുകയാണ്. കാരണം പിന്നായ നടക്കത്തില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും
ജോലിയും കാര്യങ്ങളും. അത് മാത്രമല്ല എൻ്റെ വീഡിയോഗ്രാഫർക്ക് നല്ല പനിയുണ്ട്. എനിക്ക് വീഡിയോ എടുത്തു തരുന്ന എപ്പോഴും ഞാൻ പറയാറുണ്ട് എൻ്റെ മോളാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നതെന്ന്. അവൾക്ക് നല്ല പനിയാണ്, പനി ചുമയാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം പനിയുടെ ഒരു സീസണാണ്. സ്കൂൾ തുറന്നാൽ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് അതുപോലെ അവൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ അവൾ കുറച്ച് നാളത്തേക്ക് എൻ്റെ അടുത്ത് മിണ്ടത്തില്ല. ഞാൻ എന്തോ ചെയ്ത് കണക്കാം. എങ്ങനെയെങ്കിലും വിളിച്ച് ഒന്നെടുത്തതാന്ന് പറഞ്ഞ് രാവിലെ എണീറ്റ് ആവിയൊക്കെ കൊടുത്തിട്ട് ഒന്ന് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് പൊക്കളയും ആൾ വയ്യ. പിന്നെ മുഖത്തോട്ട് കണ്ടോ നല്ല രീതിയിൽ അവളെ ഞാൻ വഴക്ക് പറയാം, മാറിയിരിക്കുക. അവളൊരു ഷാളും എടുത്തിട്ട് ദേഹത്ത് വീഴുമെന്ന് പറഞ്ഞ ഷാളും തലയെടുത്തിട്ട് കാലും എടുത്തിട്ട് മുഖത്ത് മൂടി ഇങ്ങനെ ഇരിക്കുക. കണ്ടോ കട്ട പിടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ തവി കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇളക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഐറ്റം എടുക്കാവൂ. അടുത്തതെന്ന് വെച്ചാൽ വാക്വം സാൾട്ട്. ഈ സോഡ ആഷും ഈ വാക്വം സാൾട്ടും രണ്ടും 2 കിലോ വീതം വെയിറ്റ് ഒരുപോലെ ഇരിക്കുന്ന, കളറും ഒരുപോലെ. അപ്പോൾ തിരിച്ചറിയെന്ന് വെച്ചാൽ ഈ വാക്വം സാൾട്ട് നമ്മൾ ആ കവറിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാം നല്ല തരി പോലെ, നമ്മുടെ ഉപ്പ് പോലെ തരി പോലെ ഇങ്ങനെ കിടക്കും. പിന്നെ മറ്റേതെന്ന് പറയുന്നത് നല്ല ഭസ്മം പോലെ നമ്മുടെ കുമ്മായൊക്കെ മാതിരിയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ഇത് രണ്ടും കൂടെ തിരിച്ചറിയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സോഡക്കാരവും മറ്റേ ഈ സ്ലറിയും കൂടെ വേണം ആദ്യമേ മിക്സ് ചെയ്യുക. അതെപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ മാറിപ്പോകരുത്. ഈ ചാക്ക് തണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടഞ്ഞ് ഇളക്കിയത്. അപ്പോൾ എല്ലായിടത്തും ഒരുവിധം നന്നായിട്ട് തന്നെ കലരും കേട്ടോ. ഇത് രണ്ടും കൂടി ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അടുത്ത ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ എന്തുവാണ് സോഡിയം സൾഫേറ്റ് എടുത്തു. അതെന്ന് വെച്ചാൽ ഒരു 500 ഗ്രാം ആയിരിക്കും. നമ്മൾ കൊച്ച് പാക്കറ്റ് ആണെങ്കിൽ പിടിക്കാൻ പറയാം, കൂട്ടത്തിൽ അടുത്ത വെയിറ്റ് കൂടി ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. അതെടുത്തും അത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് ഇങ്ങനെ ഇളക്കി അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് മാത്രമേ പെർഫ്യൂം ഒഴിക്കാവൂ. പെർഫ്യൂം ഒഴിക്കുമ്പോഴേക്കും ഇത് നല്ല തണുക്കും. നമുക്ക് അപ്പോഴേക്കും കൈ കൊണ്ട് തിരുമ്മാൻ പറ്റും കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് കട്ടിയായിട്ടൊക്കെ ഇരുന്ന്. കാരണം ഞാൻ നമ്മൾ ഓരോ തവണ ഉണ്ടാക്കുമ്പോഴല്ലേ അതൊന്നും മികച്ചതായിട്ട് വരത്തുള്ളൂ. നമ്മൾ എന്ത് പാചകം ചെയ്താലും അങ്ങനെ തന്നെയാണ്. ആദ്യമേ ഒരു ചമ്മന്തി അരയ്ക്കുമ്പോൾ നമുക്ക് റെഡി ആവത്തില്ല. പക്ഷേ പിന്നെ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ നന്നായിട്ട് വരും ഇല്ലേ? അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. ആദ്യം ഉണ്ടാക്കിയപ്പം റെഡി ആയിരുന്നല്ല, ആദ്യമേ കുറച്ച് കട്ട പിടിച്ചൊക്കെ കിടന്നു. പക്ഷേ പിന്നീട് ഇന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി. വെറുതെ പറയുന്നതിൽ സത്യമായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി. നല്ല രീതിയിൽ തന്നെ തുണികൾ വെളുത്ത് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ സോപ്പൊടി സോപ്പൊടിയുടെ മിക്സ് വാങ്ങിച്ച് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ മയ്യനാട് പഞ്ചായത്തിലെ ഞങ്ങളുടെ മയ്യനാട് പഞ്ചായത്ത്. അപ്പോൾ മയ്യനാട് പഞ്ചായത്തിൽ ബുധനാഴ്ച നമുക്ക് പച്ചക്കറി ആഴ്ച ചന്തയുണ്ട്. അപ്പോൾ നാടൻ പച്ചക്കറി കൃഷി ചെയ്യുന്നവർ അവിടെ കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഞാനും പുരയിടത്തിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയത്ത് ഞാനും കൊണ്ടുപോയി കൊടുത്ത് എനിക്ക് നല്ല വിലയും തരുമായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് തന്നെയാണ്. അതിലൊരു ചേച്ചി ഇരുന്ന് ഇതുപോലുള്ള സോപ്പ് പൊടി, നമ്മുടെ ലൈസോള്, നമ്മുടെ കുളി സോപ്പ്, തുണി കഴുകുന്ന സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് ഒരു ചെറിയ വരുമാനം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടമ്മമാർക്ക്, വരുമാനമില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സെയിൽ ചെയ്യാം കേട്ടോ. ഇതുപോലെ കടകളിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. സോപ്പ് പൊടി കിറ്റാണെങ്കിലും ചന്ദനത്തിരികളാണെങ്കിലും അതിനുശേഷം നമുക്ക് വീട്ടിൽ ഒന്നുകിൽ വീട്ടിൽ നമുക്കൊരു കടയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിൽക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടിയൊക്കെ എടുക്കുന്ന കടകളുണ്ട്. സോപ്പ് പൊടിയൊക്കെ അവർ നമ്മൾ എടുത്തിട്ട് വില തരും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നേരിട്ട് വിൽക്കാം. നേരിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ വഴി ഒരുപാട് സെയിൽ നടക്കും. കുളിക്കുന്ന സോപ്പിൻ്റെയൊക്കെ നല്ല മിക്സ് കിറ്റ് കിട്ടും കേട്ടോ. അതും ഇതുപോലെ കിറ്റായിട്ടാണ് കിട്ടുന്നത്. അത് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ ഈ ജെല്ലുണ്ടല്ലോ, നമ്മുടെ ഈ പിയേഴ്സ് പോലത്തെ സോപ്പ് അതുപോലെ തന്നെ ഇരിക്കും. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ അല്ലാതെ നേരിട്ട് മിക്സ് ചെയ്യുന്ന സോപ്പാണ്. സോപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതിനകത്ത് നമുക്ക് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ, സാദാ മഞ്ഞളിൻ്റെ പൗഡർ, വേപ്പില, പപ്പായ അതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് വിൽപ്പന നടത്താം കേട്ടോ. ഓൺലൈനായിട്ട് വിൽപ്പന നടത്താൻ നമുക്കൊരു ചെറിയ വരുമാനം ആവുകയും ചെയ്യും. എന്തായാലും ഒരു വട്ടം വാങ്ങിക്കുന്നതിന് പിന്നീട് മേടിക്കും. കാരണം നല്ല സോപ്പാണ്. നല്ല രീതിയിൽ തന്നെ ഈ സാധനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് നമുക്ക് വീണ്ടും സെയിൽ കിട്ടും. ഒരു വട്ടം വാങ്ങിക്കുന്നതിന് പിന്നെ വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വരുമാനമില്ലാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള ചെറു സംരംഭങ്ങളൊക്കെ. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് ആഡ് ചെയ്തു. പിന്നെ ആദ്യമേ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കാരത്തിനകത്ത് സ്ലറി മിക്സ് ചെയ്ത് അതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ്
നമ്മുടെ വാക്വം സോൾട്ട് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോഡിയം സൾഫേറ്റ്, പിന്നെ ഡ്രൈ സോഡിയം ഫോസ്ഫേറ്റ്, സ്റ്റോൺ പൗഡർ, ടിനോപ്പാൽ, അങ്ങനെ ഓരോന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ കളർ ഗാർഡ്, ആ കളർ ഇരിക്കുന്ന ബോൾസ് പോലെ ഇരിക്കുന്ന കളറില്ലേ, കളർ മിക്സ് ചെയ്ത് അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ആ പെർഫ്യൂം ഒഴിക്കുമ്പോൾ ഞാൻ ആ പെർഫ്യൂം ഒഴിച്ചിട്ടുണ്ട്. പെർഫ്യൂം ഒഴിച്ചിട്ട് ആദ്യം ഞാൻ കൈ കൊണ്ടൊന്ന് ഈ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നീട് എല്ലാം നല്ല കൈ കൊണ്ട് നന്നായിട്ട് തിരുമി. അപ്പോഴേക്കും നമ്മുടെ സ്ലറി എല്ലാം അങ്ങ് തണുത്തു. ഏകദേശം ഒരു അരമണിക്കൂറത്തെ കാര്യം, അരമണിക്കൂർ വേണ്ട, അതിന് മുന്നേ എല്ലാം റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഇതൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നീട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി നന്നായിട്ട് യോജിച്ച് ഉണ്ടോ എല്ലാം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടി. ഇപ്പോൾ 260 രൂപയ്ക്ക് നമുക്കൊരു 5.5 കിലോ സോപ്പ് പൊടിയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് എല്ലാം മിക്സ് ചെയ്ത്, അപ്പോൾ ഈ നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന പൊടികൾ ഫുള്ള് ഇതിൽ മിക്സായി കിട്ടി. ലാസ്റ്റ് നമ്മൾ ഒരു നനവില്ലാത്ത ഒരു പാത്രത്തിലിട്ട് അടച്ചു വെക്കണം. പെർഫ്യൂമൊക്കെ ചേർക്കുന്നതുകൊണ്ട് അടപ്പുള്ള മണം തുറന്നു വെച്ച സാധാരണ മണം പോകുന്നതാണ് പറയുന്നത്. അല്ല, അടച്ചു വെക്കണം. കാരണം 5.5 കിലോ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. അപ്പം എല്ലാം തിരിങ്ങി നല്ല രീതിയിൽ തന്നെ ആയി. കണ്ടോ, സക്സസ് ആയില്ലേ? കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പൊടി പോലെ ഇരിക്കുന്നില്ലേ? പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. സമയമില്ലെന്ന് പറഞ്ഞാൽ ആരും മാറി നിൽക്കേണ്ട. അരമണിക്കൂർ എടുത്തില്ല. പെട്ടെന്ന് രാവിലെ നമ്മൾ വീട്ടിൽ ദിവസമാണെങ്കിൽ തന്നെ ഒരു കുറച്ച് നേരം നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് തന്നെ ഇതുണ്ട്. ഞാനും അമ്മയും കൂടെ കഴിയുമ്പോൾ തന്നെ ഒരു മാസത്തിൽ കൂടുതലുണ്ട് ഇത്ര സോപ്പ് പൊടി കേട്ടോ. നല്ല കടയിൽ നിന്ന് മേടിക്കുന്ന കണക്ക് തന്നെ നല്ല വെള്ളമൊന്നും ഇല്ലാത്ത നല്ല സോപ്പ് പൗഡർ, വാഷിംഗ് പൗഡർ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കിട്ടി. ഇന്ന റിസൾട്ട് നല്ല രീതിയിൽ തന്നെ തുണിയൊക്കെ നല്ലതുപോലെ തന്നെ വെളുക്കിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല, കൃഷിപ്പണിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് സോപ്പ് പൊടി നിർമ്മാണമായിരുന്നു. പിന്നെ നമ്മൾ ഒരു ബക്കറ്റ് എടുത്ത് ബക്കറ്റിലോട്ട് തട്ടിയിട്ട് 5.5 കിലോ സോപ്പ് പൊടി റെഡിയായി കിട്ടി. അപ്പോൾ ഉണ്ടാക്കി തീരുന്നവരെ വീഡിയോഗ്രാഫറും ഉണ്ടായിരുന്നു, കൂട്ടിരിപ്പുകാരും ഉണ്ടായിരുന്നു. 2 പുത്രിമാരും എൻ്റെ അടുത്ത് തന്നെ ഇരുന്നു. ഉണ്ടാക്കണം അമ്മേ, ഞാനും കൂടെ കൈരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. ഞാൻ സമ്മതിച്ചില്ല. കുട്ടികളെ ഒന്നും ഒരിക്കലും അടുപ്പിക്കല്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുതിർന്നവർ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബായ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവർ ഓക്കെ ബായ്.